ഇങ്ങനെ എടുക്കുകയാണെന്ന് മെസ്സ് ആവണുണ്ട് എന്നുണ്ടെങ്കിൽ ഫോർവേഡ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ബാക്ക് കോംബ് ചെയ്തിട്ടും. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സൈഡ് പഫ് ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്ന്. ഒരുപാട് പേർക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ ചപ്പിയിട്ട് മുടി ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്ക് വരെ നീറ്റ് ആൻഡ് അടിപൊളിയായിട്ട് നമ്മുടെ പഫ് ഹെയർ സ്റ്റൈൽ സൈഡ് പഫ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇത് പ്രോപ്പറായിട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാവുള്ളൂ. ഈവൻ നിങ്ങൾക്ക് ഇപ്പം പല പല വെറൈറ്റി ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ എങ്ങനെയാണ് മാറ്റം വരുത്തി, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഈ സെയിം സൈഡ് പഫ് വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്നൊക്കെ നോക്കാം. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റ് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ നീറ്റായിട്ട് മുടി ചീകി വെക്കണം. എല്ലാ ഇതിലും ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ സൈഡിൽ നിന്ന് വകുർപ്പെടുക്കുന്ന സമയത്ത് ഈ ഒരു വകുർപ്പുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് എനിക്കിപ്പോൾ ഇത് ഇച്ചിരി മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. ഇത് എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെയാണ്. പക്ഷേ ചിലർക്ക് മുടി ഇവിടെ ഇങ്ങനെ ചപ്പിയിട്ടുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഈ ഭാഗത്തുനിന്ന് മുടി ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു വോളിയം തോന്നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ടോ, ഇപ്പം നമ്മൾ സാധാരണ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു ചെറിയ ഭാഗം ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇങ്ങനെ വകുർപ്പെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഫ് ഇവിടെ നാച്ചുറലി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഇങ്ങനെ ഒന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു വോളിയം അവിടെ തോന്നിക്കും. ആ നെറ്റിയുടെ ഭാഗത്ത് ഇങ്ങനെ ചപ്പി ഇരിക്കുന്ന ആ ഒരു ഇതല്ലാതെ തോന്നിക്കും. ഒരുപാട് എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വർക്ക് ആവത്തില്ല. സോ നമ്മൾ ഒരുപാട് എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് വർക്ക് ആവത്തില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഓരോ മുടി ഉണ്ടല്ലോ, ഒരു സെക്ഷൻ മുടിയായിട്ട് കട്ടയായിട്ടിരിക്കും ഗൈസ്. അതുകൊണ്ടാണ് നമുക്കത് വർക്ക് ആവാത്തത്. സോ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതാ ഇവിടെ നിന്ന് മുടി എടുക്കുക. നിങ്ങളിങ്ങനെ ബാക്ക് കോം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിങ്ങനെ മുടി എടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ മുടി എടുക്കുക, എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചീകി കൊടുക്കുക. നിങ്ങൾക്കിവിടെ മെസ്സ് ആവണുണ്ട് എന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ചീകാത്ത നമ്മുടെ ചീപ്പ് ഉണ്ടല്ലോ, ചീപ്പ് വെച്ച് ചീകി കൊടുക്കുക. എന്നിട്ട് ഒരിക്കലും നമ്മളിത് ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ ഒന്നും കൊണ്ടുവച്ചിട്ട് ചെയ്യരുത്. ഡയറക്റ്റ് നമ്മൾ എവിടെയാണോ മുടി കെട്ടി വെക്കാനായിട്ട്, ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ട് നോക്കുന്നത് ആ ഒരു ഭാഗത്തോട്ട് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. ഞാൻ പലരുടെ ട്യൂട്ടോറിയലിലും കണ്ടിട്ടുണ്ട് അവരിങ്ങനെ സൈഡിൽ വെച്ച് ചെയ്തിട്ട് പിന്നെ ബാക്കിലോട്ട് എടുത്ത് വെക്കുന്നത്. പക്ഷേ എനിക്കത് വർക്കായിട്ടില്ല. അപ്പോൾ എനിക്ക് വർക്കായ മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, മുടി ഇങ്ങനെ എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വോളിയം ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും. ഇനി അതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങളുടെ മുടി ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വിടുക, ലൂസാക്കുക. ഒരുപാട് ഇങ്ങനെ ടൈറ്റാക്കി വലിച്ചു കെട്ടരുത്. ഒരുപാട് പേർക്ക് അങ്ങനത്തെ ശീലമുണ്ട്, നന്നായിട്ട് ടൈറ്റായി ഫ്രണ്ടിൽ നിന്നൊക്കെ മുടിയെടുത്ത് നല്ല ടൈറ്റാക്കി വെക്കുന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റുക. കാര്യം ഈ പഫ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പഫ് വരത്തില്ല. സോ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് എടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ബാക്ക് കോംബ് ഒന്നും ചെയ്യണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ എടുത്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ടിൽ കേൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ആയിട്ട് വരത്തില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ മുടി എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങളുടെ ഫേസിന് ഫ്രെയിം ആകുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ട് ബാക്കിലോട്ട് വെക്കുക, അതാണ്. അപ്പം ഞാൻ ഇങ്ങോട്ടും കൊണ്ടുപോവില്ല, ഫ്രണ്ടിലോട്ടും കൊണ്ടുവരില്ല. എവിടെയാണോ എനിക്ക് വെക്കേണ്ടത് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ വേണം എനിക്ക് ഇത് വരാനായിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യാണ്. കണ്ടോ, എന്നിട്ട് ഇങ്ങനെ കുറച്ച് മുടി എടുക്കുക. ഈ മുടികളും ഒന്നും ഇങ്ങനെ വലിച്ച് ചെയ്യരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് തീരെ ഇവിടെ ഒരു പഫ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് കൂടുതൽ മുടി എടുക്കുക. കൂടുതൽ മുടി എടുത്ത് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഞാൻ ഒരു ട്വിസ്റ്റും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഈ ഒരു സംഭവം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ നിന്നും കൂടെ മുടി എടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പൊക്കി വയ്ക്കാൻ പറ്റും. കണ്ടോ, പൊക്കി വെച്ചതിന് ശേഷം ബാക്കി വരുന്ന മുടിയൊക്കെ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ ടിക് ടാക് പിന്നോ ക്ലിപ്പൊക്കെ ഉണ്ടല്ലോ അത് വെച്ച് നല്ലോണം സെക്യൂർ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതെല്ലാം അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പിൻ വെച്ച് സെക്യൂർ ചെയ്യണം. പിന്നെ ഇടയ്ക്ക് ഇവിടെയൊക്കെ മുടി ഇളകി വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയ ടിക് ടാക് പിൻ കിട്ടും. ആ കുഞ്ഞ് ടിക് ടാപ്പിന് ഇവിടെ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുക. കാര്യം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമ്മൾ വിസിബിളായിട്ടുള്ള ക്ലിപ്പ് വെക്കുന്നത് കൊണ്ട് വലുത് വെക്കരുത്, ഏറ്റവും ചെറുത് കിട്ടൂടാ, അത് മാത്രം വാങ്ങി വെച്ചാൽ മതി. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ അങ്ങനെ വെച്ചുകൊണ്ട് വരായിരുന്നു. എൻ്റെ ക്ലാസ്സിലുള്ള വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ കോളേജിലുള്ള കുട്ടികൾ. അപ്പോൾ ഞാനിങ്ങനെ നോക്കും. എനിക്ക് ഒരു ഇതുള്ള എന്താ വെച്ചാൽ നമ്മളിങ്ങനെ വിസിബിളായ ഭാഗത്ത് ക്ലിപ്പ് വെക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ലല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല, ആ കുട്ടികളൊക്കെ വെച്ചുകൊണ്ട് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് ശരിക്കും നല്ല ഭംഗിയായിരിക്കും, നമുക്ക് നല്ല ഒരു പ്രൊട്ടക്ഷനും തരും.
ഇതിൽ ഉണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഏതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം. പിന്നെ നമ്മൾ ഈ ഒരുപാട് മുടിയില്ല, നമ്മളിപ്പോൾ ഇവിടെ നിന്നൊക്കെ മുടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ മുടി വരും. അപ്പോൾ നിങ്ങൾ വലിയ ക്ലിപ്പ് ടിക് ടാക് പിന്നോ അല്ലെങ്കിൽ സാധാരണ മറ്റേ സംഭവം ഇതുപോലത്തെ ക്ലിപ്പൊക്കെ ഉണ്ടല്ലോ, ഇത് വെച്ച് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോഴേക്കും ഇത് അങ്ങനെ ഇരുന്നോളും. പിന്നെ ഇനി നിങ്ങൾക്കത് കാണണ്ട എന്നാണെങ്കിൽ ഇതിങ്ങനെ മുടി പുറത്തോട്ട് ഇട്ടിട്ട് അകത്ത് വെച്ച് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിപ്പ് ചെയ്ത് അവിടെ വെച്ച് കൊടുത്താൽ മതി, ലൂസ് ആവാനായിട്ട് വിടരുത്. കണ്ടോ? അതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ഫോർവേഡ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര ക്ലിപ്പ് വയ്ക്കണോ അതൊക്കെ വെച്ച് സെക്യൂർ ചെയ്യുക. പിന്നെ ക്ലിപ്പ് കാണാതിരിക്കാൻ ബാക്കിലുള്ള മുടിയുടെ അകത്തോട്ടാക്കി വെച്ച് കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് വരുന്നത്, നമുക്കിപ്പം മുടി ഇങ്ങനെ അഴിച്ചിടാനാണെങ്കിൽ ഇതൊക്കെയാണ്. ഈ ഭാഗത്തും സെയിം ഇതേ മെത്തേഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇങ്ങനെ ആക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് സൈഡ് പഫ് കിട്ടും. അല്ലാതെ നിങ്ങൾ ഒരുപാട് എണ്ണയൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഇങ്ങനെ വെക്കുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ഹോൾസ് വരും, ഗ്യാപ്പ് വരും. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ കാണാനൊരു ഭംഗി ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ ക്ലിപ്പൊക്കെ വെക്കുമ്പം ഓയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ മുടിയിൽ നിന്ന് പെട്ടെന്ന് ചറുകി പോരും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുടി അഴിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഓയിലില്ലാത്ത വേണം വയ്ക്കാനായിട്ട്. ഇനി നമുക്കിത് മുടി കെട്ടി വെക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ പിന്നുന്നത് അതുപോലെ പിന്നി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് അകത്തോട്ട് ആക്കിയതിന് ശേഷം ബാക്കിലും പിന്നിട്ട് കൊടുക്കാം എന്നാണ്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എനിക്ക് ബാക്കിൽ അങ്ങനെ പിന്നാൻ വരാറില്ല. സോ ഞാനിങ്ങനെ സൈഡിലോട്ടാണ് പിന്നി കൊടുക്കുന്നത്. സോ ഓക്കെ, ഞാനിപ്പം കെട്ടുന്നില്ല, ഞാൻ മുടി അഴിച്ചിട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് എന്ത് കൈൻഡ് ഓഫ് ഹെയർ സ്റ്റൈലിലും നമുക്ക് ഇത് തന്നെ ബേസ് ആയിട്ട് എടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് പേർക്ക് ഇങ്ങനെ സൈഡിൽ പഫ് വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല. ബാക്ക് കോംബ് ചെയ്തിട്ടും പിന്നെ പഫ് എന്ന് പറയുന്നൊരു സാധനം വാങ്ങിക്കാൻ കിട്ടുമല്ലോ, പഞ്ഞി പോലത്തെ ഒരു സാധനം, അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതൊന്നും ഇല്ലെങ്കിൽ പോലും ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ പറ്റും. എന്നത് നമ്മളുടെ വീഡിയോ മുഴുവനായിട്ടും കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാനപ്പോൾ വരുന്ന വീഡിയോസിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ, ബൈ.